അമ്മമാതാവിനെ ലോകത്തിന് നൽകിയത് ഈശോയാണ്. നമുക്ക് നൽകേണ്ടത് ഈശോയാണ്. ഇനി അമ്മമാതാവ് നൽകപ്പെടുന്ന രീതികളുണ്ട്. ഒരാളിനെ അമ്മമാതാവിനെ എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ, കിട്ടിയതായിട്ട് എങ്ങനെ അറിയണമെന്ന് ചോദിച്ചാൽ, മരിയൻ നിലപാടുകൾ ഓരോ വിഷയത്തിന്. ഇപ്പം നിൻ്റെ ഭർത്താവിന് നിന്നോട് സംശയം തോന്നി എന്ന് വിചാരിച്ചു. അപ്പോൾ നീ എന്ത് ചെയ്യും? നീ ഉടനെ അയൽക്കൂട്ടത്തിൽ വിളിച്ച് പറയും, നിൻ്റെ ആൻറ്റിയെ വിളിച്ച് പറയും, അല്ല അമ്മയെ വിളിച്ച് പറയും. ആപ്പാടെ ആ വിഷയം നാശകൊടാലിയാക്കും. അപ്പം നീ നിൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പറയും, ലില്ലിക്കുട്ടി, പരിശുദ്ധ അമ്മയാണ് ഈ സിറ്റുവേഷനെങ്കിൽ എന്ത് ചെയ്തേനാ? അത് പെട്ടെന്ന് ഓൺലൈനിൽ കിട്ടണം. നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചേ. എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളും പ്രാർത്ഥിച്ചേ. നല്ലവനായ ഈശോയെ, ജീവിതത്തിലെ സുവിശേഷവിഹിതമായ സാക്ഷ്യത്തിനായി പരിശുദ്ധ അമ്മയെ മാതൃകയാക്കുന്ന ഞങ്ങൾക്ക് ഓരോ ജീവിത വിഷയങ്ങളിലും പരിശുദ്ധ അമ്മ കൈവരിച്ച നിലപാടുകള് സമീപനങ്ങള് നയങ്ങളെല്ലാം പെട്ടെന്ന് ബോധ്യപ്പെടാൻ അമ്മയ്ക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ ഈ നിമിഷം ഞങ്ങളായിരിക്കുന്ന ഈ അവസ്ഥയിൽ ആശീർവദിക്കണം. ഹല്ലേലൂയ, 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 ഇപ്പൊ ഈശോ എന്നാ പറഞ്ഞത്? ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചില്ലേ? സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്നാണ് ആരാണ് എൻ്റെ അമ്മ. സുവിശേഷം ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങളും സുവിശേഷം നിത്യതയ്ക്ക് വേണ്ടി എഴുതപ്പെട്ടിരിക്കുന്ന കാരണം നിതാന്തമായി മനുഷ്യൻ മറുപടി പറയേണ്ടതാണ്. അഥവാ മനുഷ്യനിലൂടെ ദൈവമോ ദൈവത്തിലൂടെ ഈശോയോ നമുക്ക് മറുപടി തരേണ്ടതാണ്. ഇപ്പം ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ആ ചോദ്യം അങ്ങനെ നിൽക്കുക. എന്നിട്ട് ഈശോ പറയും, ഇരിക്കണം അമ്മ, എൻ്റെ അമ്മ ഇരിക്കണേ, എൻ്റെ സഹോദരൻ ഇരിക്കണം എന്നൊക്കെ പറയും. മുമ്പിലിരിക്കുന്ന ശ്രോതാക്കളോട് പറയണത്, എൻ്റെ സഹോദരൻ ഇരിക്കുന്നത്, എൻ്റെ അമ്മ ഇരിക്കുന്നത്. എന്നിട്ട് എന്ത് പറയും? എങ്ങനെയാണ് അവർ പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് യേശുവിൻ്റെ അമ്മയുടെ കപ്പാസിറ്റി. സുവിശേഷത്തിൽ എപ്പോഴും വരുന്നൊരു വിഷയം ഇങ്ങനെ വരുമ്പോൾ അത് നോമിനലായിട്ടുള്ള അർത്ഥമല്ല, കപ്പാസിറ്റിയാണ്, ഗ്രേഡാണ്. ഗ്രേഡിൽ അമ്മയുടെ ഗ്രേഡിലേക്ക് നമുക്ക് വരാൻ കഴിയും എന്നുള്ള എൻ്റെ സൂചന. മനസ്സിലായില്ലേ? പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മയുടെ ഗ്രേഡിലേക്ക്, അമ്മയുടെ ആധ്യാത്മികയുടെ ഉൾച്ചേരുവകളെ നമ്മൾക്ക് സംശീകരിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞത്. അത് വലിയൊരു വാഗ്ദാനമാണ് ദൈവത്തിൻ്റെ. അതായത് ആരാണ് എൻ്റെ അമ്മയെന്ന് നമ്മൾ ലൂക്ക 8:27 ലൂക്ക 8:27 ലൂക്ക 8:21 11:27 ഇതേ വചനമുണ്ട്. സെയിം വചനം റിപ്പീറ്റ് ചെയ്യുക. അമ്മ വചനങ്ങൾ ചിലതൊക്കെ ഇങ്ങനെ സെയിം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ഇമ്പാക്റ്റാണ് വരണത്. ഇപ്പം തന്നെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഇല്ലേ? അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടത്. ബൈബിൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലൂക്ക 2:19 2:51 സെയിം വചനങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നു. എന്താ റിപ്പീറ്റ് ചെയ്യണത്? അമ്മ മാതാവ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു, അതേക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു എന്ന്. ഇപ്പം എന്താ ഇത്? ലൂക്ക 8:21 11:27 എന്താ പറയണേ? ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിച്ചിട്ട് ഉടനെ പറയും, നിങ്ങൾക്ക് എൻ്റെ അമ്മയുടെ ഡിഗ്രിയിലേക്ക് ഗ്രേഡിലേക്ക് വരാൻ കഴിയും. യേശുവിൻ്റെ അമ്മയായി മാറാമെന്നല്ല എൻ്റെ അർത്ഥം. എൻ്റെ അമ്മയുടെ കപ്പാസിറ്റി. ബൈബിൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് ഒരാളിൻ്റെ കഴിവിനെ കപ്പാസിറ്റി എന്ന്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകിയെന്നല്ലേ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം കഴിവാണ് അമ്മയുടെ കഴിവിൽ, കപ്പാസിറ്റി, എബിലിറ്റി. ഇംഗ്ലീഷ് ബൈബിള് എബിലിറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കപ്പാസിറ്റി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. മലയാളം ബൈബിള്
കഴിവെന്നാണ് പറയണത്. കഴിവെന്ന് പറയുമ്പോൾ കപ്പാസിറ്റി, ഉൾക്കൊള്ളാനുള്ള കഴിവ്, അത് തന്നെ അതിൻ്റെ ഒരു അത് നമുക്ക് സാക്ഷ്യപ്പെടുത്താനുള്ള കഴിവ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഴിവുണ്ട്. എനിക്ക് തോന്നുന്നത് മത്തായിയുടെ സുവിശേഷം 1:12 യോഹന്നാൻ 1:12 കർത്താവ് തൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള, ഒന്ന് വായിച്ചോളൂ. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. ഈ കഴിവാണ് വരണത്. ആരാണ് എൻ്റെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയെന്നല്ലേ പറയണത്. അപ്പൊ ദൈവവചനം കേൾക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പൊ ഇതിനെല്ലാം ഒറ്റ ഫോർമുലയേ ഉള്ളൂ, ദൈവികമായ വളർച്ചയ്ക്കുള്ള ഒറ്റ ഫോർമുലയേ ഉള്ളൂ. അത് യോഹന്നാൻ 1:12 ഫോർമുലയാണ്. തന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തന്നെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അമ്മയെ സ്വീകരിക്കാനുള്ള ഒരു മാർഗം എന്ന് വെച്ചാൽ, ആരാണ് അമ്മയെ സ്വീകരിക്കാനുള്ള മാർഗം ഈശോ പറയുന്നത്. ഇപ്പൊ യോഹന്നാൻ 1:12 തന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം, ഒന്ന് പറഞ്ഞേ, നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം, തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാനുള്ള കഴിവ് നൽകി. അപ്പൊ ഈ ദൈവമക്കളാകാനുള്ള കഴിവ് നൽകുന്നത് ആർക്കാണ്? തന്നെ സ്വീകരിക്കുന്നവർക്കും തന്നെ വിശ്വസിക്കുന്നവർക്കുമാണ്. ഇതേ ഫോർമുല തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് ആപ്ലിക്കേറ്റ് ചെയ്യണത്. എങ്ങോട്ടാ? ലൂക്ക 8:21 11:27. അവിടെ എന്താ പറയണത്? ആരാണ് എൻ്റെ അമ്മ? ആരാണ് അമ്മ എന്ന് പറഞ്ഞിട്ട് ഉടനെ ഈശോ തന്നെ വിശദീകരിക്കും. എന്താണ്, എങ്ങനെ അമ്മയാകാം, എങ്ങനെയാണ്? ദൈവവചനം കേൾക്കുകയും, അതാണ് തന്നെ ആ ദൈവവചനം കേൾക്കുകയും എന്ന് പറയുന്നതാണ് ലൂക്ക 1:21 തന്നെയാണ് യോഹന്നാൻ 1:12. എന്താണ് ദൈവവചനം കേൾക്കുകയും എന്ന് പറയുമ്പോൾ? തന്നെ സ്വീകരിക്കുകയും തന്റെ നാമത്തിൽ വിശ്വസിക്കുകയും. അപ്പൊ ദൈവവചനം കേൾക്കുകയും എന്ന് പറയുന്നതും ദൈവവചനത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതും ഫലത്തില് ഒന്നാണ് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ കേട്ടാൽ ആ ദൈവവചനത്തിന്റെ കേൾക്കാനുള്ള റേഞ്ച് ഉണ്ടാവും. ഇപ്പൊ എല്ലാവർക്കും വചനം കേൾക്കാം, പക്ഷേ ദൈവവചനം കേൾക്കുകയും കേട്ട് കഴിഞ്ഞിട്ട് എന്താ പ്രശ്നം? അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം, അല്ലേ? അപ്പൊ കേൾക്കുന്ന ഒരു വിഷയം അത് തിയറിയാണ്, അതിൻ്റെ പ്രാക്ടിക്കലാണ് ജീവിക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ റേഞ്ച് വ്യത്യാസം ഉണ്ടാകും. ഓരോ മനുഷ്യൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ടാണ് ദൈവവചനം കേൾക്കണതും ദൈവവചനം ജീവിക്കണതും, ഇല്ലേ? ഇപ്പം നമ്മളുടെ മോട്ടോ എന്താണ്? മരിയൻ കൃപാഭിഷേക ധ്യാനത്തിൽ നമ്മൾ കൃപ എന്ന് പറയുന്ന 2 Corinthians 12:9-10 ദൈവത്തിൻ്റെ ശക്തി നമ്മൾ ആർജിക്കുന്നത് ഈ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് എന്തോ ഒരു അനുപാതത്തിൽ ഈശോനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. കാര്യം, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് കൃപയുണ്ടാകാനും കൃപ സമൃദ്ധമാകാനും വേണ്ടിയാണ്, ഇല്ലേ? കർത്താവിൻ്റെ വചനം, ഞാൻ വന്നിരിക്കുന്നത് 10 യോഹന്നാൻ്റെ സുവിശേഷം വരുമ്പോൾ അത് സിംബോളിക്കായിട്ടുള്ള കുറേ അത് മുഴുവൻ സിംബോളിക്കായിട്ടാണ് അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ ഒരേ സമയം തന്നെ ജീവനെന്നും പറയും, അതേസമയം തന്നെ കൃപയെന്നും പറയും. ചില സമയത്ത് കൃപയും ജീവനും ഒന്നായിട്ടും പറയും. അതുകൊണ്ട് തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആ ജീവൻ കൃപ തന്നെയാണ്. അത് 10:1 യോഹന്നാൻ 10:1 തൻ്റെ വിശ്വസിക്കുന്നവർക്കെല്ലാം, ഒന്ന് പറഞ്ഞ്, തന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക്, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. അത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് കൃപയുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. അപ്പൊ കൃപയുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് സ്ലിപ്പ് ഓഫ് ടങ് വന്ന എന്താ അറിയാമോ? പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് യോഹന്നാൻ 1:16 ഓടിക്കേറി.
എന്താ കാര്യം അറിയോ? യോഹന്നാൻ 1:16 കൃപയെക്കുറിച്ചാണ് പറയണത്. അവർ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഇപ്പൊ പരിശുദ്ധാത്മാവ് രണ്ടും കൂടി ലിങ്ക് ചെയ്യുകയാണ്. അതായത് നമ്മൾ 10:1 യോഹന്നാൻ 10:1 യോഹന്നാൻ 10:10 യോഹന്നാൻ 1:12 തമ്മിൽ ലിങ്ക് ചെയ്യണം. 1:16 തമ്മിൽ. 1:16 എന്താ പറയണത്? അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞ യോഹന്നാൻ 1:16 എന്താ പറയണത്? അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു. അപ്പൊ കൃപയും മേൽകൃപയും ഉണ്ട്. ഈ വചനത്തിനാണ് ഇപ്പൊ പരിശുദ്ധാത്മാവ് ലൈവായിട്ട് ലിങ്ക് ചെയ്യണത്. എങ്ങോട്ടാ ലിങ്ക് ചെയ്യണത്? 10:10 ലിങ്ക് ചെയ്യാൻ. അവിടെ എന്താ പറഞ്ഞിരിക്കണത്? ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അവർക്ക് കൃപയുണ്ടാകാനും കൃപയുണ്ടാകാനുമാണ്. അത് അവർക്ക് ജീവനുണ്ടാകാനും സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് പറയുന്ന സംഭവം തന്നെയാണ് അവർക്ക് കൃപയുണ്ടാകാനും മേൽകൃപയുണ്ടാകാനുമാണ്. അപ്പോൾ ഇവിടെ പ്രസവിച്ചാല് കൃപയെന്ന് പറഞ്ഞ സാക്രമെന്റ് ഗ്രേസാണ്. ഈ മരിയൻ കൃപ എങ്ങനെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, മരിയൻ കൃപയിൽ എങ്ങനെ വളരാൻ പറ്റും എന്നുള്ള വിഷയം. എന്നിട്ട് കപ്പാസിറ്റി എങ്ങനെ വർദ്ധിപ്പിക്കാൻ പറ്റും. അങ്ങനെയല്ല നമ്മൾ ലോകത്തെ ജീവിക്കണത്, ജയിക്കണത്. അമ്മി 2 കുരിശ് എൻ്റെ മുകളിൽ 2 ആൾക്കാരെ നമ്മൾ കാണുന്നത്. ലോകത്തെ ജയിച്ച 2 ആൾക്കാരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരൊക്കെയാണ്? ഈശോ പറഞ്ഞില്ലേ, ലോകത്തിൽ നിങ്ങൾക്ക് കുരിശുകൾ ഉണ്ടാകും, കാലുകളുടെ ഉച്ചയിൽ നിങ്ങൾ നിർത്തപ്പെടും, നിങ്ങൾ ധൈര്യമായിരിക്കുമേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കൈ അടിച്ച് ഹല്ലേലൂയ. അതെന്താ പറയണത്? അത് ഈശോ 16:33 പറയണം അല്ലേ, യോഹന്നാന്റെ സുവിശേഷത്തിലെ. അതായത് ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞേ. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകും. ഉണ്ടാകത്തില്ലെന്ന് ഈശോ പറഞ്ഞോ? എനിക്ക് ഈശോന്റെ ഈ സത്യസന്ധതയാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ കൂടെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ 16:26 മത്തായിയുടെ സുവിശേഷം പറയും സ്വയം കുരിശെടുക്കേണ്ടി വരുമെന്ന്. പക്ഷെ നമ്മുടെ പ്രശ്നം ഈ കുരിശെടുക്കുകയല്ല, കൃപയെടുക്കണമെന്ന് നമ്മൾ പറയും. കുരിശൊന്നും സംഭവം ഇല്ലല്ലോ ക്രിസ്ത്യാനിക്ക് കുരിശില്ലല്ലോ. കുരിശെന്ന് പറഞ്ഞത് അത് ലോകത്തിലാണ് കുരിശെന്ന്, ലോകാരൂപിയുള്ളവരാണ് കുരിശെന്ന് പറയണത്, അല്ലെ കൃപ എന്നാ പറയണത്. ഇപ്പൊ വെള്ളമടിക്കുന്ന ഒരു ഭർത്താവ്, സംശയിക്കുന്ന ഒരു ഭാര്യ, നമ്മുടെ കൃപയാണ് ശരിക്കും. കൈ അടിച്ച് കർത്താസുള്ള. അപ്പൊ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കുരിശെ കൊണ്ട് ഇവിടെ പോകാനാണ്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ കൃപ എടുത്തുകൊണ്ട് എന്റെ കൂടെ വരാനാ പറഞ്ഞിരിക്കുന്നത്. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ ഈ രാവിലെ കുർബാന കഴിഞ്ഞതിന് ശേഷം 2-3 കുഞ്ഞുങ്ങളെ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ കണ്ണുനീരോടെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. കാരണം ആ കുഞ്ഞിന്റെ അരക്കെട്ട് അനങ്ങണില്ല, അതിന് ബോധമില്ല, ആ കഴുത്ത് ചലിക്കണില്ല. ഒരു ആൺകുഞ്ഞിനെ ദൈവം കൊടുത്തതാ. അപ്പൊ ഞാൻ അവളോട് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു, ആ അമ്മയോട് ഉടമ്പടി ചെയ്യാൻ പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് അമ്മ ജസ്റ്റ് ഒരു ഇൻസ്റ്റോൾമെന്റ് കൊടുക്കും. അപ്പോൾ അവൾക്കൊരു ഐഡിയ കിട്ടും ശരിക്കും. പിന്നെ അവൾ അമ്മയുടെ പുറകെ നടന്ന് അമ്മയുടെ ഈ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവസാനം ഈ കുഞ്ഞിലൂടെ അവൾ മറ്റൊരു അത്ഭുതസമയമായിട്ട് മാറും. നമ്മൾ ഒരു വിശുദ്ധയാകാൻ വിളിക്കുമ്പോൾ ആദ്യം നമുക്ക് തരുന്നത് കൃപ ഉൽപ്പാദിപ്പിക്കാനുള്ള സാഹചര്യം തരും. മനസ്സിലായി? നമ്മൾ ഒരു വിശുദ്ധയാകാൻ വിളിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കുക, ഇത് പൂർവികരുടെ പാപമാണ്, ആനയെ കുഞ്ഞെന്നൊക്കെ പറഞ്ഞ് പിശാചിന്റെ പ്രബോധനങ്ങൾ എന്തുമാത്രം ഉണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്രോസിനോട് ഈശോ പറഞ്ഞത്, അത് നിങ്ങൾ സത്യമറിയുകയും, യോഹന്നാന്റെ സുവിശേഷം 2:8-32 നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എല്ലാ സഹന സാഹചര്യങ്ങളുടെ ബാക്കിലും ഒരു സത്യമുണ്ട്. ആ സത്യമെന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ്സാണ് സത്യം. ആ ദൈവത്തിൻ്റെ തിരുമനസ്സ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാകും. ശരിക്കും ജ്ഞാനവരം ലഭിക്കണമെന്ന് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം. അതായത് മരിയൻ കൃപാഭിഷേകമാണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതും എനിക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ജ്ഞാനവരം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഒരു വിഷയം എന്തിന് സംഭവിച്ചു എന്ന് പറയും. എന്ത് സംഭവിച്ചു എന്ന് പറയുന്നത് അറിവാണ്, എന്തിന് സംഭവിച്ചു എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ദൈവമായ കർത്താവ് മോശയ്ക്ക് ഈ ഇസ്രായേലിന് അവൻ്റെ പ്രവൃത്തികളും മോശയ്ക്ക് അതിൻ്റെ വഴികളും വെളിപ്പെടുത്തി കൊടുത്തു. 107 സങ്കീർത്തനത്തിലില്ലേ ദൈവം 107:1 103:7 സങ്കീർത്തനം 103:7 ഒന്ന് പറഞ്ഞ ദൈവമായ കർത്താവ്
കർത്താവ് ഇസ്രായേലിന് പ്രവർത്തികളും മോശയ്ക്ക് തന്റെ വഴികളും വെളിപ്പെടുത്തി കൊടുത്തു. ഈ വചനമാണ് ശരിക്കും പറഞ്ഞാൽ ലൂക്ക് ഇപ്പൊ പരിശുദ്ധാത്മാവ് ലിങ്ക് ചെയ്യണത് യോഹന്നാൻ 8:32 അതായത് നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം എന്ന് പറഞ്ഞത് എന്താണ്? അതായത് ഇപ്പൊ തന്നെ ദൈവമായ കർത്താവ് ഇസ്രായേലിനെ എന്താ വെളിപ്പെടുത്തി കൊടുത്തത്? പ്രവർത്തികൾ അല്ലെ. മോശെ നൈലിൽ വടിയടിച്ചപ്പോൾ നൈല് രക്തമായിട്ട് മാറി. അതുപോലെ തന്നെ മോശ പ്രാർത്ഥിച്ചപ്പോൾ കൽമഴ പെയ്തിട്ട് അല്ലെ, കൽമഴ പെയ്തു, തവളകൾ പെരുകി, ഇങ്ങനെ കുറെ പ്ലേഗ്സ് ഉണ്ടായി. ഈ പ്ലേഗ്സ് എല്ലാം കണ്ടിട്ട് ഫറവോയും കണ്ടു, ദൈവമായ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഇസ്രായേൽ ജനതയും കണ്ടു. പക്ഷെ ആരും എന്തിനു വേണ്ടിയാണെന്ന് അറിഞ്ഞില്ല. എന്തിനു വേണ്ടി? അതുകൊണ്ടാണ് സങ്കീർത്തനം പറയണത്, ദൈവമായ കർത്താവ് സങ്കീർത്തനം 103:7 പറയണ, ദൈവമായ കർത്താവ് മോശയ്ക്ക് തൻ്റെ വഴികളും ഇസ്രായേലിന് തൻ്റെ പ്രവൃത്തികളും. അപ്പം മോശയ്ക്ക് എന്താ വെളിപ്പെടുത്തി കൊടുത്തത്? അതാണ് ജ്ഞാനവരം. നമുക്ക് വേണ്ടത് അതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം സംഭവിച്ചാൽ അതിന് ദൈവത്തിന് എന്തെങ്കിലും പദ്ധതികൾ അതിൻ്റെ അകത്ത് ഉണ്ടാകും. ഇതാണ് ഈ ആളെ ഹൃദയത്തിൽ സംഗ്രഹിക്കണത്, ഇല്ലേ? എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അമ്മ സങ്കീർത്തനം 103:7 അനുസരിച്ചുകൊണ്ട് അതിൻ്റെ വഴികൾ എന്താണെന്ന് നോക്കും. എന്തിനു വേണ്ടിയാണ് ഇത് സംഭവിച്ചത്? അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ ലൂക്ക 2:19 2:52 ഓരോ കാര്യം പറയുമ്പോൾ, ഓരോ സങ്കട സാഹചര്യത്തിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുമ്പോൾ ഒക്കെ ഹൃദയത്തെ സംഗ്രഹിക്കുന്നത് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 103:7 അനുസരിച്ചുകൊണ്ടാണ്. എന്താണ്? അതിൻ്റെ വഴികൾ ദൈവമായ കർത്താവ് മോശയ്ക്ക് തൻ്റെ വഴികളെ വെളിപ്പെടുത്തിയതുപോലെ അമ്മയ്ക്ക് വഴികൾ വെളിപ്പെടുത്തണം, നിനക്കും വഴികൾ വെളിപ്പെടുത്തി കൊടുക്കണം. ഒരിക്കലും പണ്ടൊരു നേഴ്സ് എൻ്റെ ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. അവൾക്ക് ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് എൻ്റെ മുറി വന്നു കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അലമാരി കൂടി കയറി. ഓട്ടിസത്തിൻ്റെ കുഞ്ഞുങ്ങൾ അറിയാമല്ലോ, ഹൈപ്പർ ആക്ടിവിറ്റി. എൻ്റെ അമ്മ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവൻ വന്ന ഉടനെ അവനെ നിർത്തിയ ഉടനെ അവൻ ചാടി അലമാരിയെ കൂടി കയറി. അലമാരി അവനും കൂടി താഴേക്ക് വീണു. ഞാനിവിടുത്തെ കുഞ്ഞ് മരിച്ചു പോകുന്നു. എൻ്റെ മുറിയിൽ കർത്താവ് ഉണ്ടായിരുന്നതുകൊണ്ട് ആ കൊച്ചു കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അപ്പോൾ എന്നിട്ട് അവളോട് ഇതാണ് ഇൻട്രോഡക്ഷൻ, അവൻ്റെ ഇൻട്രോഡക്ഷനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഇതാണ് അവൻ, ഇവനെയും കൊണ്ടാണ് ഞാൻ ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ച് കുറേ പ്രാർത്ഥിച്ച്. ഇപ്പം ആ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പം വരുമ്പോൾ എനിക്ക് ഈശോ തരും. അവൻ വളർന്ന് മിടുക്കനായി വരുന്നു. 2-3 കൊല്ലത്തിനുള്ളിൽ അപ്പോൾ എന്നിട്ട് ഞാൻ അവളെ ആശീർവദിച്ച്. ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അന്ന് ഹസ്ബൻഡ് ഇല്ലായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ഫോറിൽ നിന്ന് വന്നപ്പോൾ ഒരുമിച്ച് ആശീർവദിച്ച്. ഞാൻ പറഞ്ഞു, കർത്താവ് ഈ കുഞ്ഞിങ്ങനെയായിപ്പോയി, ഞങ്ങൾക്ക് വേറെ കുഞ്ഞിനെ കൊടുക്കണേ. നമുക്ക് പറയാമല്ലോ അല്ലേ, ഒരു കുഞ്ഞിങ്ങനെയായിപ്പോയി, അതിനെ ചകാനൊക്കെ കൊല്ലാനെ പറ്റുമോ? നമുക്ക് ജീവിതകാലം മുന്നേ കൊണ്ടു നടക്കണ്ടേ? നമുക്ക് വേറെ കുഞ്ഞിനെ കൊടുക്കണം. എൻ്റെ അമ്മേ, 1 പറഞ്ഞപ്പോൾ 2 കൊടുത്തിരിക്കണേ. ഇപ്പം അതല്ല, ഒരു ദിവസം ഇവളിങ്ങനെ രണ്ടാമത്തെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പോൾ അത് വലിയ സങ്കടപ്പെട്ടൊരു ദിവസം ഉണ്ടായിരുന്നു. അവൾ നേഴ്സാണ്. അവൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സമയത്ത് സന്ധ്യക്ക് ഹോസ്പിറ്റലിൽ പിരിഞ്ഞ് വരുമ്പോൾ 2-3 ബസ് കയറിയാണ് വരേണ്ടത്. 2-3 ബസ് കയറി വരുമ്പോൾ അറിയാമല്ല, ഈ ഹോസ്പിറ്റലിലെ നേഴ്സുമാരുടെ രീതി അറിയാമല്ല, ഇരിക്കാൻ സമ്മതിക്കത്തില്ല. ഈ സൂചി പോലെ ഇങ്ങനെ ഓടി തളരും. ഭക്ഷണം പോലും ചില സമയം നിന്നേ തിന്നത്തുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവർ ജീവിക്കണത്. ഇവിടെ എല്ലാവരും പുറത്തുള്ളവരെല്ലാവരും ഇങ്ങനെ ജീവിക്കണേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇവൾ തണ്ടും താണും തളർന്ന് വീട്ടിൽ വരുമ്പോൾ ഈ ഓട്ടിസം ബാധിച്ച കുഞ്ഞിങ്ങനെ ഒരു ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ ഈ നമ്മൾ വിഷത്തുന്ന എലി ചാകാൻ പോലത്തെ കിടക്കണ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുന്നുണ്ട്. അപ്പോൾ കണ്ണുനീര് വരുമ്പോൾ എന്താണ് വാവേ എന്ന് അമ്മ ചോദിക്കും. അപ്പോൾ ഇങ്ങനെ കാണിക്കും, കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കരച്ചിൽ വന്നിട്ട് കാണിക്കാൻ പറ്റണില്ല ഇങ്ങനെ. അപ്പോൾ എന്താ കോച്ചിയിൽ അപ്പാപ്പൻ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ അപ്പാപ്പനെന്ന് നോക്കും. അപ്പാപ്പന് എന്ത് കുഴപ്പം? ഭർത്താവിൻ്റെ അപ്പൻ അത്ര വയസ്സൊന്നും ഇല്ല, എന്നാലും വലിയപ്പൻ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് അപ്പൻ ചൂടായി. അപ്പം മനസ്സിലായി എന്താ കുഴപ്പമുണ്ടായെന്ന്. അപ്പം അതായത് ഈ ഇവന് ഓട്ടിസമല്ലേ, അപ്പം കണ്ണിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് ജസ്റ്റ് ഇരിക്കുകയായിരുന്നു. ഒരു കോച്ചിയിൽ അപ്പം കട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പത്രം ജസ്റ്റ് വായിച്ച് വരണതേ ഉള്ളൂ. അപ്പം പത്രം വായിച്ചുകൊണ്ട്
കണ്ണ് ശരിയായി വരുന്നിട്ടുണ്ടാ ഇല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ അവിടെ നിൽക്കിയിരുന്നു. അവന് അപ്പാപ്പൻ എന്താ മുഖം മറച്ച് പാത്തേ ഒളിച്ചത് മതി കളിയില്ലേ, അതുപോലെ അപ്പാപ്പൻ എന്താ മുഖം മറച്ചതെന്ന് വന്നിട്ടുണ്ട്. ഇവൻ വന്ന് അങ്ങനെ പുറകെ ഇവൻ വന്നത് അപ്പാപ്പൻ കാണുന്നില്ല. ഓരോ വിഷയം ഉണ്ടാകണ പുരുവാലേ. അതായത് ഇവൻ വരികയെന്നുണ്ടല്ല, ഇവൻ അങ്ങനെ തന്നെ പത്രത്തിന് മുമ്പിൽ നിന്ന് കൈയിട്ട് മൊത്തം പറിച്ച് പത്രം, അത് കണ്ണട ഉൾപ്പെടെ പൊളിച്ച്. എൻ്റെ അമ്മേ, ജീവൻ പോയി. ഒറ്റ കണക്കൊട്ടി കൊടുത്തവൻ്റെ. അവൻ കറങ്ങിപ്പോയി. അപ്പം അവർ വിഷമമുണ്ട്, പക്ഷെ അടി കൃത്യമായിട്ട് കിട്ടി. കാര്യം ജീവൻ പോയി. അപ്പം അവൻ്റെ ഈ കണ്ണേന്നല്ലേ ഓപ്പറേറ്റിരിക്കണ കൊച്ചു കിടക്കണേ, എന്ത് ചെയ്യാൻ വല്ലതും ചെയ്യാൻ പറ്റുമോ? തൊണ്ട പഴുത്തിരിക്കണേ, എന്ത് ചെയ്യാൻ പറ്റുമോ? കുഞ്ഞിനെയും കളയാൻ പറ്റത്തില്ല, അപ്പനെയും കളയാൻ പറ്റത്തില്ല. ആരെ തെറ്റ് പറയും നമ്മൾ? കൃപ തന്നെ വഴി നിങ്ങൾ ശ്രദ്ധിക്കണം ഇല്ലേ? ആരെ തെറ്റ് പറയും? എന്നെ വിളിച്ച് ഉടനെ വിളിച്ച്, അവളിങ്ങനെ ഒന്നും സാരി പോലും കഴിക്കാതെ എന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ എൻ്റെ പള്ളിയിൽ ഇരുന്ന് സന്ധ്യജപമാല എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇവളുടെ ഫോണായതുകൊണ്ട് ഇവളെ എനിക്ക് വിഷയം സീരിയസ് ആയിട്ട് അറിയാവുന്നതുകൊണ്ട് എന്താ പുതിയ പരിപാടി എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ തെങ്ങിൻ ചായിരുന്നിട്ട് എടുത്തായിരുന്നു. എനിക്ക് ഒരു രഹസ്യം കൂടി ചെല്ലിയാൽ മതി. 4-ാം രഹസ്യം ഞാൻ എടുത്തത് ഞാൻ പറഞ്ഞു, എന്ത് പറ്റും മോളെ? അച്ഛൻ എന്ത് ചെയ്യും? വേറെ വല്ല ആൾക്കാരാണെങ്കിൽ പറയും ജീവിക്കട്ടെന്ന് പറയും, എനിക്ക് അങ്ങനെ പറയത്തുള്ളൂ. ഇത് പിന്നെ കൃപയുള്ള ആളായതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല. അച്ഛൻ എന്ത് ചെയ്യും? ഇങ്ങനെ സംഭവിച്ചെന്ന് പറയും. ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒന്ന് പ്രാർത്ഥിക്കുക. കാര്യം ഇപ്പം നമുക്ക് ഓൺലൈനിൽ പ്രെയർ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. നീ ഒന്ന് പ്രാർത്ഥിക്കുക. കാര്യം എന്താ വെച്ചാൽ ഇവളുടെ മനസ്സിടിഞ്ഞു പോയില്ലേ. അപ്പം അച്ഛൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ മനസ്സിന് കർത്താവ് കൃപ കൊടുക്കും. കൃപ കൊടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടുപേരെ ഉൾക്കൊണ്ടുകൊണ്ട് എനർജറ്റിക് ആകാൻ പറ്റും. അപ്പോൾ നീ നമുക്ക് സ്തുതിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫോണിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈശോ ഒരു ഡോർ കാണിച്ചു. ഈശോ സൂപ്പറാകട്ടാ. ഞാൻ നിങ്ങളെ അമ്മ വഴി ഈശോയെ കൊണ്ടുവരാൻ ഞാൻ അറിയാവാ. ഈശോയെ കൊണ്ട് ഏറ്റവും എളുപ്പമുള്ള വഴി അമ്മയായത് കൊണ്ടാണ് ഞാൻ ഈ അമ്മയെ പ്രൊമോട്ട് ചെയ്യണത്. നമ്മുടെ ലക്ഷ്യം ആരാ? അമ്മ ഒരു വഴിയാണ് കേട്ടോ, ഈശോയാണ് ലക്ഷ്യമേ. അതായത് അമ്മ ഒരു മനുഷ്യന് ഈശോയിൽ എത്തിച്ചേരാവുന്ന ഏറ്റവും ഷോർട്ട് കട്ടാണ്. അതാണ് അമ്മയുടെ പ്രൊമോട്ട് ചെയ്യാൻ കാരണം. അതായത് അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു ഡോർ കാണിച്ചു ഈശോ. അപ്പോൾ എനിക്കത് മനസ്സിലായില്ലേ, ഞാൻ സൂചിച്ചുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഒരു മിനിറ്റ്. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ ഡൊമസ്റ്റിക് ഡോർ എന്ന് പറയണം ഈശോ. അപ്പോൾ അവളെന്നോട് ചോദിച്ചു, അച്ഛാ ഡൊമസ്റ്റിക് ഡോർ എന്താ വെച്ചാൽ അത്? അപ്പോൾ ഈ കർത്താവിൻ്റെ വചനങ്ങളും പ്രവചനങ്ങളും ദർശനങ്ങളും കേട്ട് പരിചയമുള്ള ആളാണ്. പക്ഷെ അതുകൊണ്ട് സീരിയസ് ആയിട്ട് എടുക്കും. നമുക്ക് വേറെ ഒരാളിനോട് ഇത് പറയാൻ പറ്റത്തില്ല. ഇതാണ് കപ്പാസിറ്റി എന്ന് പറയണത്. കാര്യം കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാനും ദർശനങ്ങൾ മനസ്സിലാക്കാനും റേഞ്ച് ഉണ്ട് ഒരാളിന്. ചില ആൾക്കാരോട് ഒന്നും മിണ്ടത്തില്ല. ഇപ്പോൾ ഡോക്ടർമാർ ഒരു ഡോക്ടറെ ചെന്ന് ഡോക്ടറിൻ്റെ അടുത്ത് രോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ തന്നെ അയാളെ രോഗിയാണെന്ന് വിചാരിച്ചു. ആ ഡോക്ടർ വേറൊരു ഡോക്ടറിൻ്റെ അടുത്ത് അയാളുടെ രോഗം പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ എന്ത് ചെയ്യും? മെഡിക്കൽ സയൻസ് അനുസരിച്ച് ആ മനുഷ്യനോട് ഇന്നാണ് സംഭവിച്ചിരിക്കണമെന്ന് എൻ്റെ ശാസ്ത്രം പറയും. നമ്മളോട് പറയുമോ ഡോക്ടർ? പറയത്തില്ല. നമുക്ക് സ്കാൻ ചെയ്യണമെന്നൊക്കെ പറയത്തുള്ളൂ. അതാണ് കപ്പാസിറ്റി എന്ന് പറയണത്. ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി വർദ്ധിപ്പിച്ചെടുക്കണം. ഇവർക്ക് കുറച്ച് കപ്പാസിറ്റി കൂടുതലുള്ള കേസ് കേട്ടാ. തന്നെയല്ല കർത്താവിൻ്റെ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റ് എന്ന് പറയണതും അത് സംഭവമാണ്. ഞാൻ ഈ അരൂർ പാലത്തിൻ്റെ അവിടെ ഇറക്കിനി ഒരു ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അപ്പോൾ എന്നെ അവരൊന്ന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് ബുദ്ധിമുട്ടാണ്. കാര്യം ഇടവകയുണ്ട്, ധനകേന്ദ്രമുണ്ട്. കാര്യം വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ 50 പേരേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് 50 പേർക്ക് വേണ്ടി പോയാൽ ഇവിടെ കൃപാസനത്തിൽ തന്നെ ഒരു ദിവസം 200 പേര് വരുന്നുണ്ട്. പിന്നെ ഞാനെങ്ങനെ 50 പേരൊക്കെ പോണത്? അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ വരത്തില്ല അടന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കുമെന്ന് പറഞ്ഞു. അപ്പോഴുടനെ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളെ മരിയ മക്കളാണ് അച്ഛാന്ന് പറഞ്ഞു. അവിടെ ചീട്ടുണ്ടായിരുന്നു, അവർ തുറപ്പ്. ഞാൻ പറഞ്ഞു, എന്താ? ഞങ്ങൾ വർഷങ്ങളായിട്ട് മാതാവിൻ്റെ സൊഡാലിറ്റി മക്കളാണ്. മാതാവിൻ്റെ ജോലിയാണ് ഞങ്ങൾ ചെയ്യണത്. അപ്പം ഞാൻ പിന്നെ മിണ്ടിയില്ല. കാര്യം പുള്ളിക്കാരത്ത് എൻ്റെ ചെവിക്ക് പിടിച്ചതെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പോയി. കാര്യം 50എങ്കിലും 12എങ്കിലും അമ്മയുടെ മക്കളാണെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ അതിൻ്റെ അകത്ത് പിന്നെ സംസാരിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെന്ന്
ചെന്നിരിക്കുമ്പോൾ അവർ 50 പേരുണ്ട്, മറ്റുള്ള ആൾക്കാർ മധ്യ വരുന്നുണ്ട് ധ്യാനത്തിന്. 2 കൂടാരങ്ങൾ ഇരുന്നുകൊണ്ട്, ഒരു കൂടാരത്തിൽ ആരാധന, ഒരു കൂടാരത്തിൽ മധ്യസ്ഥ പ്രാർത്ഥന. ആരാധന കൂടാരത്തിൽ ഞാൻ നിന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ട് അതാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബാക്കിങ്സ് എന്ന് പറയുന്നത്. സംസാരിച്ചുകൊണ്ട് നിൽക്കുകയും പെട്ടെന്ന് കർത്താവ് പറഞ്ഞ് ബഡ്ജറ്റ്. അപ്പോൾ വെച്ചാൽ വലിയ പ്രോജക്റ്റിന് വലിയ ബഡ്ജറ്റ് എന്ന്. അപ്പോൾ ഈ അരൂർ പാലത്തിൻ്റെ മുകളിൽ കൂടി ഞാൻ നിൽക്കുന്ന ഒരു റെയിൽവേ പാലമാണ് പോണത്, അല്ല സാധാ അരൂർ പാലമല്ല, റെയിൽവേ പാലത്തിൻ്റെ ഇപ്പുറത്താണ്. അപ്പോൾ ഈ ഉടനെ എൻ്റെ മനസ്സ് പറയുന്നത് ബഡ്ജറ്റ് മീൻസ് വലിയ ബഡ്ജറ്റും ഉണ്ട്, ചെറിയ ബഡ്ജറ്റും ഉണ്ട്. പ്രോജക്റ്റും അങ്ങനെയാണ്, വലിയ പ്രോജക്റ്റും ഉണ്ട്, ചെറിയ പ്രോജക്റ്റും ഉണ്ട്. അപ്പോൾ എന്നിട്ട് ഈശോ പറഞ്ഞ രസമാണ്. അതായത് പഞ്ചായത്ത് പാലം എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റാണ്. എത്ര രൂപ കിട്ടും? ഒരു 10-12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു തോട് പാലം ചെയ്യാൻ പറ്റും, ഇല്ലേ? പക്ഷെ ഒരു റെയിൽവേ പാലത്തിന് വേണമെങ്കിൽ ചിലപ്പോൾ 10 കോടി രൂപ വേണ്ടി വരും. അതാണ് ഹൈ ബഡ്ജറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈശോ പറയണത് ഓരോ മനുഷ്യനും കൃപ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, കൃപ വരുമാന മാർഗമാക്കാൻ വേണ്ടി, നമുക്ക് കൃപയുടെ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി പ്രോജക്റ്റുകൾ തരും. അപ്പോഴാണ് ഞാൻ അന്നാണ് എനിക്ക് പ്രോജക്റ്റിനെ കുറിച്ച് മനസ്സിലായത്. അതായത് ചെറിയ മാർജിൻ കിട്ടുന്ന പ്രോജക്റ്റ് ഉണ്ട്, വലിയ മാർജിൻ കിട്ടുന്ന പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വിൻസിയെ സംബന്ധിച്ചിടത്തോളം അവൾ വലിയ പ്രോജക്റ്റ് ചെയ്യാൻ ഓട്ടിസമുള്ള കുഞ്ഞിനെ ചോദിച്ചുകൊണ്ട് നടക്കുക, അതാണ് വലിയ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിന് ഹൈ മാർജിനാണ്. ഇത് നന്നായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 10-16 വർക്കൗട്ട് ചെയ്യും. അതുപോലെ യോഹന്നാൻ്റെ 10-10 യോഹന്നാൻ്റെ 1-16 വർക്കൗട്ട് ചെയ്യും. അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽക്കൃപ ലഭിച്ചിരിക്കുന്നു. ദൈവമക്കളാകാനുള്ള കഴിവ് യോഹന്നാൻ 1-12 വഴി നമുക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ മാർജിൻ, വരുമാനം എന്ന് പറയുന്നത്. വരുമാന മാർഗം അതാണ്. അതെന്ന് വെച്ചാൽ ആത്മാവ് കൃപയിൽ നിലനിൽക്കും. ആത്മാവ് എന്തിനു വേണ്ടി നിലനിൽക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലെ ഒരു സാധനം പറഞ്ഞില്ലായിരുന്നോ, നല്ല കള്ളനെക്കുറിച്ച് നമുക്കിനി വീണ്ടും ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല കള്ളൻ എന്ന് പറയുന്നത് സ്വർഗത്തിലെ ഏറ്റവും ദരിദ്രനായ ഒരു മനുഷ്യനാണ്. അയാൾ സ്വർഗത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? കർത്താവിൽ നിന്ന് ചുറ്റുകിട്ടിപ്പോയതാണ്. ആ ഒരു വാക്കുകൊണ്ട് മാത്രമാണ് പുള്ളി സ്വർഗത്തിൻ്റെ ഏതെങ്കിലും ഒരു വശത്തിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ, ദൈവരാജ്യത്തിന് അടുത്തുണ്ട്, അകലെയുണ്ട്. ദൈവരാജ്യത്തിൽ ചെറുതുണ്ട്, വലുതുണ്ട്, ഇല്ലേ? യോഹന്നാൻ്റെ ഇപ്പം നമ്മൾ മത്തായിയുടെ സുവിശേഷം 18 വായിക്കണേ. എങ്ങനെയാണ് വായിക്കണത്? മത്തായിയുടെ സുവിശേഷം 18 ഒന്ന് നോക്കിയപ്പോനെ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ. ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. നോക്കിയേ, മനസ്സിലായില്ലേ? ഇപ്പൊ മത്തായി 18:1 പറയുന്നു ദൈവരാജ്യത്തെ വലിയവനെന്ന്, ഇല്ലേ? ഇപ്പം എന്താ പറയണത്? ദൈവരാജ്യത്തിൽ ചെറിയവൻ. അപ്പം ദൈവരാജ്യത്തിലായിട്ടല്ല പ്രശ്നമായില്ല. നമുക്ക് ലഭിക്കുന്ന കൃപയുടെ തോതനുസരിച്ചിട്ടാണ് വലുതും ചെറുതും വരുന്നത്. മനസ്സിലായോ? ഇതിനാണ് കൃപാഭിഷേക തേനം കൂടുന്നത്. നമുക്ക് ലഭിക്കുന്ന കൃപയുടെ തോതനുസരിച്ചിട്ടാണ് വലിപ്പ ചെറുപ്പങ്ങൾ വരണത്. പിന്നെ ദൈവരാജ്യത്തിന് പുറത്തുകൊണ്ട് ആള് ഒരുത്തിനോട് പറയല്ല, നീ ദൈവരാജ്യത്തിന് അകത്തിന് അകലെയല്ലെന്ന് പറയും, അല്ലേ? അങ്ങനെ പറയുന്ന. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ദൈവരാജ്യത്തിൽ എത്തിച്ചേർന്നിട്ട് കാര്യമില്ല. ഇപ്പം നമ്മൾ പാസ്സായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില പാസ്സായതിന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പൊടികൊടുത്ത് ഞാനേ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ആരും എടുക്കത്തില്ല. പാസ്സായെന്ന് മാത്രം എഴുതി വെച്ചു, പാസ്ഡ് എന്ന് എഴുതി വെക്കും. ഒക്കെ ആരെയും കാണിക്കാൻ കൊള്ളത്തില്ല. ഉന്നത വിദ്യാഭ്യാസം നടക്കത്തില്ല. എന്താ കാര്യം? ഗ്രേഡ് ഇല്ലാത്തത് കൊണ്ടാണ്. എ ഗ്രേഡ്, A+ ഉണ്ട്, A ഉണ്ട്, പിന്നെ B+ ഉണ്ട്, B ഉണ്ട്, C+ ഉണ്ട്, C ഉണ്ട്, D+ ഉണ്ട്, D ഉണ്ട്, പിന്നെ പറയേണ്ട കാര്യമില്ല. അത് താഴ്പോരും. ഗ്രേഡ്, കൃപയുടെ ഗ്രേഡ് ഉണ്ട്. അത് കൃപയുടെ ഗ്രേഡ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് യോഹന്നാൻ 1:16 പറയണത്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ, ഗ്രേസ് അപ്പോൺ ഗ്രേസ്. അതാണ് പ്ലസ് ഗ്രേസ് എന്ന് പറയുന്നത്. A+ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് സഭ ഇത് പഠിപ്പിക്കേണ്ടതാണിത്. അല്ലെന്നുണ്ടെങ്കിൽ നല്ല കള്ളന്മാരുടെ എണ്ണം കൂടും. എന്താ വെച്ചാൽ കരിഞ്ചന്തയോ കള്ളത്തരവോ എണ്ണപ്പെടുത്തവോ കള്ളവാറ്റോ അല്ലെങ്കിൽ ബാറ് നടത്തുകയോ അല്ലെങ്കിൽ ലിസ്റ്റലറി നടത്തുകയോ എന്തെല്ലാം കോമാളി വേഷം കെട്ടിയ ആൾക്കാരാണ് സഭയുടെ പേരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ പറഞ്ഞു ഇവനൊക്കെ മഹറജലി കളയേണ്ടതാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സഭയിൽ ഇങ്ങനെ കള്ളവാറ്റുകാരുണ്ട്, സഭയിൽ ഇങ്ങനെ ബാർ കച്ചവടക്കാരുണ്ടെന്നൊക്കെ പറയണത് ഇപ്പം എന്ന് പറയുമ്പോൾ
ആ കാര്യം ഇപ്പം എന്നോടൊരു മനുഷ്യൻ പറഞ്ഞതാണ്, എൻ്റെ അച്ഛാ നല്ല ആലോചന മകൾക്ക് വന്നിരിക്കണത്. ഞാൻ പറഞ്ഞു നല്ല ആലോചന മകൾക്ക് വന്നിരിക്കണത് എന്നോട് വന്ന് പറഞ്ഞതാ. അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചാൽ അവന് 3 റേഞ്ച് ഉണ്ടെന്നു. കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട് വരെയുള്ള റേഞ്ച്, കാഞ്ഞങ്ങാട് തൃശ്ശൂർ വരെ ചാരായത്തിൻ്റെ കാലമായിരുന്നു. അപ്പം അതിൽ ഈ കത്തോലിക്കിനെ അഭിമാനിക്കണേ, കാലം എവിടെ നിലത്തിട്ടടിക്കണേ ഇപ്പം അന്നീന. ഇവനെയൊക്കെ വളർത്തിയത് ആരാണ്? ഈ യൂദാസ് പുണ്യാളനും അന്തോസ് പുണ്യാളും കൂടി വളർത്തിയ ആൾക്കാരാ. ഈ കക്ഷികളെല്ലാം ഈ സ്ഥലത്തുണ്ടല്ല ഇല്ലേ? അവിടെ കള്ളത്തരത്തിനും കരഞ്ഞ് എന്തെങ്കിലും തോന്നിവാസത്തിനും ഒക്കെ പുണ്യാളന്മാരുടെ സോപ്പിട്ടിട്ട് കാര്യം നടത്താൻ വേണ്ടിയുണ്ട്. അപ്പം അത് വിഷയം പറഞ്ഞതിൻ്റെ പ്രശ്നത്തിൽ കൃപയും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. സീറോ ഗ്രേസ് ആണ് സംഭവം, സീറോ ഗ്രേസാ. അതായത് ഇത് കർശനമായിട്ട് ശാശ്വതമായിട്ട് ശാസിച്ച് പറയേണ്ട സ്ഥലത്ത് നമുക്ക് പറയാത്തത് കൊണ്ട് പാപം ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം നല്ല കള്ളൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുകയാണ്. കുമ്പനാട് യൂണിവേഴ്സിറ്റി എന്നും പറഞ്ഞ് കുറേ നാളില്ലായിരുന്നു. നമ്മൾ ഗൾഫിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എവിടെ MBA എന്നൊക്കെ പറയും. എവിടെയാണ്? ഏത് യൂണിവേഴ്സിറ്റിയാണ്? കുമ്പനാട് യൂണിവേഴ്സിറ്റി. കുമ്പനാട് യൂണിവേഴ്സിറ്റി അറബിക്ക് കുമ്പനാട് അറിയാം. ഇപ്പം അറബിയുടെ മക്കളായിരിക്കണത് തലക്കെട്ടടിക്കേണ്ടവർ പിടിച്ച്. ഇവിടെ ഈ ചങ്ങനാശ്ശേരി എല്ലാ സർട്ടിഫിക്കറ്റും ഉണ്ടായി കൊടുക്കും. ലോകത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ചങ്ങനാശ്ശേരി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പത്രത്തെ വന്നതല്ലേ? അതുപോലുള്ള യൂണിവേഴ്സിറ്റിയാണ് കുമ്പനാട്. 10ാം ക്ലാസ് പാസ്സാക്കിയിട്ട് കുമ്പനാട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ട്. MBA ആണവന്. ഇതുപോലെ ഈ പരിപാടികളൊന്നും, അതായത് ഈ നല്ല കള്ളൻ്റെ സർട്ടിഫിക്കറ്റ് കുമ്പനാട് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് നല്ല കള്ളൻ്റെത്. കർത്താവിൻ്റെ ഒരു ആദരവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷനാണ്. ഇങ്ങനെയുള്ള ആൾക്കാർ നശിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ ആളിന് രക്തത്തിൻ്റെ വിലയല്ലേ, അവസാന രക്തത്തിൻ്റെ വിലയല്ലേ. ഈ രക്തത്തിൻ്റെ വിലയുടെ ലാസ്റ്റ് സംഭവമാണ് ആ നല്ല കള്ളൻ. നമ്മളെന്ത് ചെയ്യുന്നറിയാവോ? നല്ല കള്ളനെ മാതൃകയാക്കി കളഞ്ഞ്. ഔസേപ്പിതാവിൻ്റെ സ്ഥാനത്തായി നല്ല കള്ളനൊക്കെ പറയണത്. ഈ അച്ഛന്മാരൊക്കെ വെച്ച് പ്രസംഗിക്കുകയല്ലേ പള്ളിയിൽ നല്ല കള്ളൻ്റെ കാര്യം. അയാൾ എവിടെയാണ് ഇരിക്കണം അറിയാമോ? കുമ്പനാട് യൂണിവേഴ്സിറ്റിയിലാണ് ഇരിക്കണം അയാളെ സർട്ടിഫിക്കറ്റ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ സർട്ടിഫിക്കറ്റ് എന്ന് തറക്കിരിക്കുന്ന വിലയാണ്. ദൈവരാജ്യത്തെ വലിയവനും ചെറിയവനും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വലിയവനാകാനാണ് കർത്താവ് നമ്മൾ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ വലിയവനാകാനുണ്ടെങ്കിൽ ഈ യോഹന്നാൻ 1:16 വർക്കൗട്ട് ചെയ്യണം. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ കിട്ടണം. ഈ മേൽകൃപ എന്ന് പറയുന്നത് സാക്രമെന്റൽ ഗ്രേസ് ആണ്. കാണപ്പെടാൻ ദൈവത്തെ വരപ്രസാദം നമുക്ക് ലഭിക്കാൻ ഈശോ മിശിഹാ സ്ഥാപിച്ച് കാണപ്പെടുന്ന അടയാളമാണ് കൂദാശ ഇല്ലേ? അത് ജ്ഞാനസ്നാനമുണ്ട്, ശൈര്യലേപനമുണ്ട്, തിരുപ്പട്ടമുണ്ട്, തിരുവിവാഹമുണ്ട്. അതെല്ലാം കൂദാശ. ഓരോ ജീവിത വിളിക്കുന്ന നിലവാരത്തിനനുസരിച്ചുള്ള കൃപ ലഭിക്കാൻ വേണ്ടി സഭയിൽ കർത്താവ് കൂദാശ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ബേസിക് ഗ്രേസ്, ഇതാണ് കൃപയെന്ന് പറയുന്നത്. അതാണ്. പക്ഷേ അപ്പോൺ ഗ്രേസോ? അപ്പോൺ ഗ്രേസ് എന്ന് പറയണത് ഇപ്പം യോഹന്നാൻ 1:16 അപ്പോൺ ഗ്രേസ്. അവൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽകൃപ പ്ലസ്, ഗ്രേസ് പ്ലസ് എന്ന് പറയും അല്ലേ അതിനെ? ഇപ്പം A+ എന്ന് പറഞ്ഞ പോലെ ഗ്രേസ് പ്ലസ്, അതാണ് അപ്പോൺ ഗ്രേസ് എന്ന് പറയുന്നത്. അതാണ് മേൽകൃപ. ഈ മേൽകൃപ എന്ന് പറയണത് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഈ സ്വർഗരാജ്യത്തിൽ ചെറിയവനാകാനിരിക്കണവർ അവിടെ വലിയവനാകണമെന്നുണ്ടെങ്കിൽ കൃപ കൊണ്ടേ ആകാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. കൈ അടിച്ച് കർത്താവ് കറണ്ട് വചനം പറഞ്ഞു കേട്ടില്ലേ? അതായത് യോഹന്നാൻ 1:17 എന്തുകൊണ്ടെന്നാൽ നിയമം, ദാറ്റ് മീൻസ് വേർഡ് ഓഫ് ഗോഡ്, വചനം. എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. ഒന്ന് പറഞ്ഞേ, കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി. ഇപ്പൊ കൃപ ഉണ്ടായതാണ്. അനുഗ്രഹം പണ്ടേ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അനുഗ്രഹം പണ്ടേ ഉണ്ട്, അനാദികാലം വരെ ഉള്ളു. അവയെ ആദ്യത്തെയൊക്കെ അനുഗ്രഹിച്ചില്ലേ? അനുഗ്രഹം മീൻസ് ഫിസിക്കൽ ഫേവേഴ്സാണ്. ഫിസിക്കൽ ഫേവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ ആനുകൂല്യം, ഫിസിക്കൽ ഫേവേഴ്സ്, അതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അത് ജോലി, വീട്, മക്കള്, അതുപോലെ തന്നെ പ്രൊമോഷൻ,
അതെല്ലാം ബ്ലെസ്സിങ്സ് ആണ്. ഫിസിക്കൽ ഫേവേഴ്സ്. ഫിസിക്കൽ ഫേവേഴ്സിൻ്റെ കുഴപ്പം എന്താ? ഗുണമുണ്ട്, ജീവിക്കണമെങ്കിൽ അത് വേണം. നമുക്ക് ജീവിക്കണ്ടേ? ഈ ഫിസിക്കൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഇത് വേണം, ഇല്ലേ? പശനാണെങ്കിൽ ഇവിടെ ധ്യാന പ്രസംഗിക്കണമെങ്കിൽ ഒരു മൈക്ക് വേണ്ടേ? അപ്പോൾ അതുപോലെ ഇതിൻ്റെ ഭൗതിക സാഹചര്യങ്ങളാണ്. ഭൗതിക സാഹചര്യങ്ങളുടെ ആനുകൂല്യങ്ങൾക്കാണ് ബ്ലെസ്സിങ്സ് എന്ന് പറയണത്. ഇതിനൊരു കുഴപ്പമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പോകണമെങ്കിൽ തന്നെ നമ്മൾക്ക് ഈ സംഭവം പോകും. നമ്മൾ പോകുന്ന മുമ്പ് തന്നെ ഇപ്പോൾ ഒരു ജോലി കിട്ടിയാൽ തന്നെ ഇപ്പോൾ ചില ജോലി നമുക്ക് 88 ദിവസം നമ്മൾ ജീവിച്ചിരിക്കുന്നതാണെങ്കിൽ ജോലി 55 ദിവസത്തിൽ പോകും, അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മൾ 90 വയസ്സ് ജീവിച്ചിട്ടുണ്ടെങ്കിൽ 90 വയസ്സിന് ജീവിക്കുന്നുണ്ടെങ്കിൽ അമ്മമാർ പറയും, മക്കളുടെ അമ്മൂമ്മമാർ പറയും, മോളെ എന്താക്കി ഭാഷത്തിൽ കൊണ്ടുവന്ന പേപ്പർ ഒന്ന് വായിച്ചെന്ന് പറയും. എന്താ കാര്യം? ആൾ ജീവിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ കണ്ണു പോയി. നമ്മൾ പോകുമ്പോൾ നമ്മുടെ കണ്ണു പോകും. ഇങ്ങനെ എല്ലാ ബ്ലെസ്സിങ്സിൻ്റെയും കുഴപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ഗുഡ് ബൈ പറഞ്ഞ് വണ്ടി വിടും, പോകും. അത് പക്ഷേ ഈ മനുഷ്യൻ മുഴുവനും ആത്മാവ് ഉൾപ്പെടെയുള്ളത് ഈ ബ്ലെസ്സിങ്സിന് വേണ്ടിയാണ് ലൈഫ് മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇല്ലേ? ഇവിടെയാണ് ഈ ഒരു വിഷയം വരണത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? അത് കൂടെ നമുക്ക് തരണതാണ്. ബ്ലെസ്സിങ്സ് എല്ലാം കോംപ്ലിമെൻറ്റ്സാണ്. നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന് നീതിയെക്കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് കോംപ്ലിമെൻ്റ് ആണെന്ന് പറയും. ദൈവരാജ്യത്തിന് നീതിയെക്കുറിച്ച് അന്വേഷിച്ചിട്ട് കൃപയെക്കുറിച്ച് അന്വേഷിക്കുക. 6:33 മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നു, നിങ്ങൾ ആദ്യം ദൈവരാജ്യത്തെയും അതിന്റെ നീതിയെക്കുറിച്ച് അന്വേഷിക്കുക, ബാക്കിയുള്ളത് ചേർത്ത് നൽകും. ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ബസലിയ തൌത്തോൻ. കിങ്ഡം ഓഫ് ഗോഡ് ഇസ് വെയർ ഗോഡ് റെയിൻസ്. എവിടെയാണ് ദൈവത്തിൻ്റെ ഇച്ഛ നിറവേറ്റുന്നത്? ആ ദൈവരാജ്യം. ദൈവവേദലെ എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇച്ഛ നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾ ദൈവരാജ്യത്തിലായി, കൃപയിലായി. കൈ അടിച്ചു കർത്താൻ ചെയ്യുന്നു സർവം ഇവിടെ നമ്മളെ ഈശോ വീണ്ടും കൃപയുടെ തടാകത്തിൻ്റെ അരികിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മൾ ഈശോ സംസാരിച്ചുകൊണ്ടിരുന്നത് പ്രോജക്റ്റിനെ കുറിച്ചാണ്, അല്ലേ? ബഡ്ജറ്റിനെ കുറിച്ച്, അല്ലേ? ഒരു വലിയ ബഡ്ജറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വലിയ ബഡ്ജറ്റ് അനുസരിച്ചുള്ള പ്രോജക്റ്റ് നമ്മൾ ആ പ്രോജക്റ്റ് അതിഗംഭീരമായി അവധാനതയോടെ എന്ന് പറഞ്ഞറിയാവോ? വലിയ പ്രോജക്റ്റ് ചെയ്ത ആളാണ് ആയിരിക്കണേ. ഫുൾ ഓഫ് ഗ്രേസ്. ആദ്യമേ തന്നെ പറഞ്ഞത് എന്താ? അപ്പാ പറഞ്ഞത്, ഐ വിൽ ബി വിത്ത് യു അണ്ടർ ദി ലാസ്റ്റ് വിത്ത് ഗ്രേസ്. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, അന്ത്യം വരെ ഉണ്ടാകും. എന്താ കാര്യം? ഗ്രേസ് ഉള്ളത് കൊണ്ടാണെന്ന്. നിനക്ക് കൃപയുണ്ട്, അതുകൊണ്ട് ഞാൻ അന്ത്യം വരെ കർത്താവ് നിന്നോട് കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട്. അപ്പോൾ നമ്മൾ ദൈവം ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഏത് വലിയ പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഒരു ഓട്ടിസം ബാധിച്ച കുഞ്ഞിനെ ചോദിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടക്കുന്നുണ്ടെങ്കിലും നമുക്ക് ഗ്രേസ് ഉണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും, ഇല്ലേ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഇതിനാണ് ഈ അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. അനോയിൻറ്റിങ്. ഇപ്പം നമ്മൾ വലിയൊരു പ്രോജക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആ വാട്സപ്പ് ബാച്ച് കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് വലിയൊരു പ്രോജക്റ്റാണ്. നമ്മൾ ചെയ്യുമ്പോൾ അതിലൂടെ ഇങ്ങനെ മാർജിൻ ഇങ്ങനെ ഗ്രേസ് കിട്ടിക്കൊണ്ടേയിരിക്കും. എന്താ കാര്യം? അപ്പോൾ ഗ്രേസിൻ്റെ പ്രോജക്റ്റാണത്. നമുക്ക് സാധാരണ കൂദാശകളിലൂടെ അടിസ്ഥാന കൃപ കിട്ടുന്നു. മേൽകൃപ എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതാണ്. നമുക്ക് ലഭിക്കുന്ന ഫോർമുല അനുസരിച്ചുണ്ട്. ഇപ്പോൾ അവളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? അവൾ ആ ഡേഴ്സിനോട് പറഞ്ഞത്, മോളെ നിനക്കും എനിക്കും ഇടയിൽ ഞാനൊരു വാതിൽ സ്ഥാപിച്ചിട്ടുണ്ട്, അതിൻ്റെ പേരാണ് ഡൊമസ്റ്റിക് ഡോർ എന്ന്. ഇല്ല, ഡൊമസ്റ്റിക്. അപ്പോൾ എന്നോട് ചോദിച്ചു, അച്ഛാ എന്താണ് ഡൊമസ്റ്റിക് ഡോർ എന്ന് എന്നോട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ്, മോളെ എനിക്ക് വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഞാനും കേൾക്കണത്, ആദ്യമായിട്ട്. കാര്യം എനിക്ക് ഡോർ മാത്രമേ കാണാൻ പാടുള്ളൂ. പരിശുദ്ധാത്മ പറഞ്ഞു ഡൊമസ്റ്റിക് ഡോർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡൊമസ്റ്റിക് ഡോർ എന്ന് ഈശോ പറയണമെന്ന്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൾ പറയുമ്പോൾ അവൾ ചിന്തിക്കുന്ന പ്രാർത്ഥന സമയം കൊണ്ട് എനിക്ക് ഇതിൻ്റെ കർത്താവിനോട് ചോദിച്ച് എന്നായ സംഭവം ഒന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള സമയം കിട്ടുമല്ലോ. കാരണം എനിക്ക് ഈ നോളജ് ഇല്ലല്ലോ. ജ്ഞാനവരുത്തി വന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഈ ഡൊമസ്റ്റിക് ഡോർ അപ്പോൾ അവൾക്ക് മനസ്സിലായില്ല, എനിക്കും മനസ്സിലായില്ല. ഞങ്ങൾ വീണ്ടും ഇരുന്നുകൊണ്ട് ഫോണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതിക്കുകയാണ്. ശരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പറഞ്ഞ് ഈ വീടുകളിലെ ഉള്ളിലുള്ള ഡോറാണ് ഇതെന്ന്. ഇപ്പം നമ്മുടെ അപ്പൻ നമ്മുടെ പ്രധാന മുറി ഇരിക്കുന്നു. അപ്പനെ കാണാൻ വേണ്ടി പാർട്ടിക്കാർ അയൽക്കൂട്ടംകാർ അല്ലെങ്കിൽ പഞ്ചായത്തുകാർ അങ്ങനെ പല ആൾക്കാർ ഇങ്ങനെ വന്ന് പൊതുജനങ്ങൾ വന്നുകൊണ്ടിരിക്കണം അല്ലേ. ഇപ്പം നമ്മൾക്ക് ഹോസ്റ്റൽ ഫീസ് കൊടുക്കുന്ന ദിവസമാണ്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പോയാൽ 2 ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അപ്പനെ കാണണം. അപ്പം നമ്മൾ ഡോറിലാണ് വരണത്. നമ്മൾ ഈ പഞ്ചായത്തുകാർ വരുന്ന പോലെ പൊതുജനങ്ങൾ വരുന്ന റോഡിലാണ് വരുന്നത് അല്ല. നമ്മളെന്ത് ചെയ്യും? അകത്ത ഡോറിലൂടെ വരും. അപ്പനെ വന്നിട്ട് കിസ് ചെയ്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് പോകും. അപ്പം അപ്പൻ്റെ അടുത്ത് ഏത് സമയത്തും വരാമെന്ന്. ദൈവമേ ഞാൻ മിണ്ടിയില്ല, അവൾ കരഞ്ഞോന്ന് എനിക്കറിയത്തില്ല. കാര്യം ഭയങ്കരമായിട്ട് കർത്താവ് സംസാരിക്കുകയാണ്. അതായത് ഒരു ഡൊമസ്റ്റിക് ഡോർ എന്ന് പറയണത്, നിനക്കൊരു ഓട്ടിസം ബാധിച്ച കുട്ടി, ആ കുട്ടി അവളുടെ കുട്ടി അല്ലെന്ന് ഈശോ പറയണത്. അതാണ് വിറ്റ്. അവർ ഭാര്യ ഭർത്താവ് കൂടി സ്നേഹിച്ച് ജനിപ്പിച്ച കുഞ്ഞാണ്. പക്ഷെ കുഞ്ഞ് ആ പ്രോജക്റ്റ് ദൈവത്തിൻ്റെതാണെന്ന് ദൈവം കൊടുത്തിരിക്കണത്. ഞാനിത് കേട്ടിട്ട് ഒരാഴ്ച തുള്ളിച്ചാട്ടി നടന്ന്. കാര്യം ഒരു സത്യം മനസ്സിലായല്ല. 26 കൊല്ലമായി ഈ ആളിൻ്റെ കൂടെ ഈ കൗൺസിലിംഗ് പറഞ്ഞ് പ്രാർത്ഥിച്ച് ജനങ്ങൾക്ക് വേണ്ടി കണ്ണീരും കേട്ട് നടക്കണത്. അപ്പോൾ എന്നോട് ഇത് പറഞ്ഞില്ലെങ്കിൽ പറ്റത്തില്ല. കാര്യം എന്നോട് പറഞ്ഞാൽ ഞാൻ 10,000 പറയും. ഇപ്പം എന്താ പറയുന്നത്? ആ കുഞ്ഞ് പോലും അതുപോലും അവളുടെ കഴിവനുസരിച്ച് കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിയ കപ്പാസിറ്റി ഉള്ള കണ്ടെയ്നറാണ് അവളുടെ ആത്മാവ്. അതുകൊണ്ട് അതിൽ നിറയാൻ പറ്റിയ ഒരു പ്രോജക്റ്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഉള്ള പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ഡൊമസ്റ്റിക് ഡോറിൽ ഈ ഒരു കുട്ടി, ഞാൻ പറഞ്ഞു ഇനി കുട്ടി മരിക്കരുത്, മരിച്ചാൽ അതിനൊക്കെ പണിയാണ്. കുട്ടി മരിച്ചാൽ ഈ ഡൊമസ്റ്റിക് ഡോറ് പോകും. കാര്യം ഇത് അപ്പൻ്റെ പ്രോജക്റ്റാണ് ചെയ്യണതേ. ഇപ്പം ചില ആൾക്കാർ ഇപ്പോൾ എന്തെല്ലാം വിഷയങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ചില സമയത്ത് 3 പ്രാർത്ഥന കൂടി ഉടമ്പടിയും കഴിഞ്ഞ് ആ പ്രശ്നപ്രദം കഴിഞ്ഞിട്ട് മാത്രമേ അപ്പോയിൻമെൻറ്റ് ഓഫീസിൽ നിന്ന് കിട്ടത്തുള്ളൂ. പക്ഷേ ചില ആൾക്കാർ നേരെ വന്ന് കയറി എന്നെ കണ്ടിട്ട് പോകുന്നുണ്ടല്ലോ. എന്താ കാര്യം കണ്ടുള്ളത്? അത് എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്തെങ്കിലും എൻ്റെ ഇവിടുത്തെ സ്ഥാപനത്തിൻ്റെ ബഡ്ജറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അവർക്ക് ഇങ്ങനെയുള്ള വിഷയം വരുന്നില്ല. കാര്യം അവരമ്മ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഈടറവ് സ്ഥാപനത്തിനുണ്ടാകും. അപ്പോൾ അവരാ ഗ്രീൻ ചാനലിൽ വരണത്. ഇതുപോലെ ദൈവത്തിൻ്റെ പ്രോജക്റ്റ് ചെയ്താൽ നമുക്ക് ദൈവമായിട്ട് ഡൊമസ്റ്റിക് ഡോർ വെച്ചിട്ട് ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാൻ പറ്റും. അത് ഇപ്പം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു വയ്യാവേലി ഇപ്പോൾ കുടിക്കണ ഭർത്താവാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിന്നെ ചില മക്കൾ പറയും എൻ്റെ അച്ഛൻ ഇത് എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ച പിശാചാണെന്ന് എനിക്കറിയത്തില്ല. നീ അങ്ങനെയൊന്നും പറയല്ലേ. അതെന്ന് വെച്ചാൽ അവൻ കഞ്ചാവ് കൊണ്ടുവന്ന് വിൽക്കണേ. ആദ്യം വലിക്കുകയുള്ളായിരുന്നു, ഇപ്പം വിൽക്കാൻ തുടങ്ങി. അപ്പം നല്ല കാശ് കിട്ടണുണ്ടവന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പൂപ്പൻ്റെ കാലം ഒരു പോലീസിൻ്റെ നിഴൽ പോലും ഉണ്ടാകത്തില്ല. ഇപ്പോൾ പോലീസൊക്കെ വിളിച്ചു പോയിക്കൊണ്ട് ഇങ്ങോട്ട്. അവന് സംശയമായിട്ടാണ്. എനിക്കറിയാൻ കാര്യമുണ്ട്, അവൻ്റെ പണിയുണ്ട്, അവൻ്റെ പരിപാടി ഉണ്ടെന്ന്. ഇത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകിൽ ദൈവം ഞങ്ങളുടെ വിളിക്കണം, അല്ലെങ്കിൽ അവനെ കൊന്നു കളയണമെന്ന്. നമ്മുടെ വിഷയം അറിയില്ല. ഒന്നെങ്കിൽ ദൈവം എന്നെ അങ്ങോട്ട് വിളിക്കണം. ഞാൻ ഇങ്ങനെയൊന്നും ജീവിച്ച് പരിചയമുള്ള ആളൊന്നുമില്ല. ഞാൻ കുഞ്ഞുനാളും പോലെ എൻ്റെ അമ്മക്കാരുടെ കാലം പോലെ കർത്താവിൽ നിന്നും ജീവിച്ചാണ്. ഇപ്പോൾ ഈ ഒരു അസുരവിത്ത് എൻ്റെ വയറ്റിൽ തന്നെ ജനിച്ചവരില്ലെന്ന് ഓർത്തിട്ട് എനിക്ക് സങ്കടമാണെന്ന് ഞാൻ പറഞ്ഞു. കേൾക്കണില്ല. അവൻ പണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം കൂട്ടുകാരൊക്കെ വന്നപ്പോൾ മാറിപ്പോയതാണ്. ഒരു പ്രോജക്റ്റ് അത് സാധനം. യു ടേക്ക് ഇറ്റ്. ഒരു പ്രോജക്റ്റാണ്. നീ എടുത്തോ അത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എല്ലാം ഇവിടെ പറഞ്ഞാൽ മതി. മിണ്ടത്തിലില്ല, ഹൃദയത്തിൽ സംഭരിച്ച് കളയുകയുള്ളൂ. അതേക്കുറിച്ച് ധ്യാനിക്കുമെന്ന് ഇപ്പം പറഞ്ഞില്ലേ. എന്താ ധ്യാനിച്ചതെന്ന് പറഞ്ഞില്ലേ. ഇപ്പോഴാണല്ലേ പറയണ പരിശുദ്ധാത്മാവ്. സങ്കീർത്തനം 103:7 ധ്യാനിച്ചതെന്ന്, ഹൃദയത്തിൽ സംഗ്രഹിച്ചത്. എന്താണ്? വഴികൾ എന്താണെന്ന്. ദൈവമായ കർത്താവ് ഇസ്രായേലിന് അവൻ്റെ പ്രവൃത്തികൾ ഉൾപ്പെടുത്തി. പ്രവൃത്തി ഇതാണ്. കഞ്ചാവ് വിൽപ്പനയാണ് പ്രവൃത്തി. അതിൻ്റെ വഴി എന്താണെന്ന് അറിയണ ആർക്കാണ്? മോശയ്ക്ക് വെളിപ്പെടുത്തും. നിനക്ക് വെളിപ്പെടുത്തി തരും. എന്താ മോനെ, ഈ കഞ്ചാവ് വായിച്ച പാർട്ടിയെ കൊണ്ട് നീ പ്രാർത്ഥിച്ച് നീയും രക്ഷപ്പെടും, അവനും രക്ഷപ്പെടും. കൃപ നീ വർത്തിക്കുകയും ചെയ്യും. നിനക്ക് വിശ്വസിക്കാൻ, പ്രാർത്ഥിക്കാൻ, സഹിച്ച് എൻ്റെ കൂടത്തിൽ കാഴ്ചവെച്ചിട്ട് കുരിശിനെ കൃപയാക്കാൻ. ഇപ്പം 10:9-37 എന്താ മർക്കോസ് പറയണത്? എൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർ, ഈ ശിശുവിനെ എൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. അല്ലേ? എന്തെങ്കിലും ഒരു അവശത പിടിച്ച കാര്യം, ശിശു എന്ന് പറയുന്നത് എന്താണ്? അവശതയാണല്ല. അവശത പറയാം. എന്തെങ്കിലും ആവതില്ലാത്ത കാര്യം, ശിശു എന്ന് പറയുന്നത് എന്താണ്? ഒരു ആവതില്ലാത്ത സംഭവമാണ്. എല്ലാം നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. അല്ലേ? ബാധ്യതയാണ്.
എല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ചില ഭർത്താക്കന്മാരുണ്ട്, വെയിൽ പോലും കെട്ടത്തില്ല. നമ്മൾ പറഞ്ഞ് ഇവിടെ മനുഷ്യ ആ മതിൽ പൊട്ടി കിടക്കണമല്ല, ആഞ്ഞിൽ വളർന്ന് നിൽക്കണമല്ല, ആഞ്ഞിലിയുടെ വേര് അതിൻ്റെ അടിയിൽ പോയിട്ട് അതിൻ്റെ മതിൽ പൊട്ടണമല്ല, ഇത് എല്ലാം കൂടി പിടിച്ചോ ഇവിടെ കാശ് വിടുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ആ ആഞ്ഞിൽ വെട്ടി വേര് വെട്ടി കളഞ്ഞിട്ട് ഒരു കൽപ്പണിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് പ്ലാസ്റ്റർ ആ വരട്ട ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇയാളെ തന്നെ എൻ്റെ തല കെട്ടി വെച്ചല്ല എന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ്റെ തലക്ക് അസുഖമായിട്ട് പണി കാണിച്ചു വെച്ചിരിക്കണം. ഇയാളെ കെട്ടിച്ച അപ്പനെ പറയും ഇതൊരു പ്രോജക്റ്റായി സാധനം, ആ വരട്ടെ എന്ന് പറഞ്ഞു. അത് പ്രോജക്റ്റാണ്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് മാറ്റിയിട്ട് ഈ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കണം. കാര്യം ഈ മനുഷ്യനെ പത്രോസിൻ്റെ കാല് പിടിച്ച് വലിച്ചില്ലേ കർത്താവ്. അപ്പം പത്രോസ് പറഞ്ഞ് ജന്മം ചെയ്ത എൻ്റെ കാല് കഴുകരുത്, ഞാൻ പണ്ടേ വള്ളത്തെ വെച്ച് പറഞ്ഞതാണ് ഞാൻ പാവിയാണെന്ന്. 5:7 പറഞ്ഞില്ലേ 2 വള്ളം, ഒരു വള്ളത്തിന് മീൻ ചോദിച്ചപ്പോൾ 2 വള്ളം മീനില്ലായിരുന്നു. അപ്പോൾ വല ഇറക്കാൻ പറഞ്ഞ്. അപ്പോൾ പത്രോസ് ചോദിച്ചു ഒരു വള്ളത്തിന് മീൻ കിട്ടിയോ? ഒരു വള്ളത്തിനല്ല 2 വള്ളത്തിന് മീൻ കിട്ടി. അപ്പം നെട്ടിച്ചു ആളെ മനസ്സിലായി, ആളെ തിരിച്ചറിഞ്ഞ്. അപ്പം എപ്പോഴും ഇങ്ങനെ 2 വള്ളത്തിന് മീൻ കിട്ടത്തില്ല കേട്ടാ, അത് പറഞ്ഞേക്കണ. എപ്പോഴും 2 വള്ളത്തിന് മീൻ കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാമെന്ന് വരുന്നില്ല. അപ്പോഴേ 2 വള്ളത്തിന് മീൻ തരണ ആളാണെന്ന് പത്രോസിന് മനസ്സിലായി. പത്രോസ് അബദ്ധടിച്ച് പറഞ്ഞ് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? സിന്നർ, എന്നെ വെറുതെ വിട്ടേര്, നിൻ്റെ ഈ അനുഗ്രഹത്തിനെ കൊണ്ട് നടക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. സിന്നർ മിണ്ടിയിലല്ല, നിൽക്കടാന്ന് പറഞ്ഞ്. ഈ നിൽക്കടാന്ന് പറഞ്ഞിട്ട് പണ്ട് കർത്താവിൻ്റെ കാലെ കെട്ടി വിടുവൻ്റെ കാല് കർത്താവ് പിടിച്ച് വെച്ചിട്ട് ഒടുക്കത്തത് കഴുകാൻ തുടങ്ങി. അപ്പോഴും പറഞ്ഞു ഐ ക്യാൻ ബെയർ, എനിക്ക് താങ്ങാൻ പറ്റണില്ല, എൻ്റെ കാലം നീ കഴുകണ്ടെന്ന് പറഞ്ഞു. പീറ്റർ ആളെല്ലാം സ്ട്രൈറ്റ് ഫോർവേഡാണ്. പീറ്റർ, ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് നിനക്കിപ്പം മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. ദൈവത്തിൻ്റെ എല്ലാ ചെയ്ത്തുകളും ഈ ടൈപ്പാണ്. ചിലതിപ്പം മനസ്സിലാവത്തില്ല. ഈ കഞ്ചാവ് വിൽപ്പനക്കാരനെ കുറിച്ച് നിനക്ക് ഇപ്പം മനസ്സിലാവത്തില്ല. ഈ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന ഭർത്താവിനെ കുറിച്ച് നിനക്കിപ്പോൾ മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. കർത്താവ് കാല് കഴുകണമെന്ന് വിചാരിച്ചാൽ മതി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ.